CPI-ക്കെതിരെ പരോക്ഷ വിമർശനവുമായി ഡിവൈഎഫ്ഐ. ആപത്തുകാലത്ത് വിലപേശുന്നുവെന്ന് സംസ്ഥാന സെക്രട്ടറി എം വിജിൻ. ഇടതുപക്ഷ ഐക്യമെന്നത് മുന്നണിയിലെ വലിയ കക്ഷിയുടെ മാത്രം ഉത്തരവാദിത്തമല്ല, നേട്ടം മാത്രമല്ല നഷ്ടവും പങ്കിടുന്നതാണ് മര്യാദ. പൂച്ചെണ്ട് മാത്രമല്ല, ഏറുവന്നാൽ അതും കൊള്ളുന്നതാണ് ഹീറോയിസമെന്നും എം വിജിൻ പറയുന്നു. വിവരങ്ങളുമായി നിഖിൽ അളവൂർ ശരിയാണ്. നിഖിൽ, ഇത് CPIM നേതാക്കളിൽ നിന്ന് അത് കുറച്ചുകൂടി ഡിവൈഎഫ്ഐ നേതാക്കൾ കൂടി അത് ഏറ്റെടുക്കുകയാണ്. പ്രത്യേകിച്ച് സംസ്ഥാന സെക്രട്ടറി ആയി വന്ന എം വിജിൻ കൂടി ഇത് പരസ്യമായി പറയുന്നതോടെ ഇത് യുവജന വിദ്യാർത്ഥി സംഘടനകളിലേക്ക് കൂടി ഇത്തരത്തിലുള്ള ഒരു മുന്നണിയിൽ തുടങ്ങിയ ഒരു സ്ഥാനത്തെ ചൊല്ലി തുടങ്ങിയ തർക്കമാണ് അതിങ്ങനെ വ്യാപിക്കുകയാണ്. തീർച്ചയായും ഈ പ്രതിപക്ഷ ഉപനേതാവ് പദവിയുമായി ബന്ധപ്പെട്ട തർക്കം അത് CPIM നേരിട്ട് ഇത്തരത്തിൽ വാക്പോരിലേക്ക് വരുന്നത് നമ്മൾ കണ്ടതാണ്. അത് മാറി യുവജന സംഘടനകളിലേക്ക് കൂടി പോകുന്നു എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് ഏതായാലും എം വിജിന്റെ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. അത് CPIക്കുള്ള വിമർശനം എന്നതിനൊപ്പം തന്നെ AIYFന്റെ സംസ്ഥാന സെക്രട്ടറി TT ജിസ്മോൻ കഴിഞ്ഞ ദിവസം നടത്തിയ ചില പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. അത് വി ശിവൻകുട്ടിയുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു. ഈ മുഖ്യമന്ത്രി പദം ഉൾപ്പെടെ വിട്ടു നൽകിയ പാർട്ടിയാണ് CPI എന്ന കാര്യം മറക്കരുത് തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിനുള്ള മറുപടി കൂടി എം വിജിൻ നൽകുന്നുണ്ട്. പഞ്ചതന്ത്രം കഥ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് എം വിജിൻ ആ ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത്. ആപത്തിൽ സഹായത്തിനെത്താത്ത സുഹൃത്തല്ലെന്ന് ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ മല്ലന്റെയും മാധവന്റെയും കഥ. ഇവിടെ ആപത്തിൽ ഉപേക്ഷിച്ചു പോകുന്ന സുഹൃത്തിനെയാണ് ആ കഥയിൽ കണ്ടതെങ്കിൽ ഇവിടെ അതിലും ഒരു പടി കൂടി കടന്ന് ആപത്ത് കാലത്ത് വിലപേശുന്നവരെ കാണാം എന്നുള്ളതാണ് എം വിജിന്റെ വിമർശനം. പിന്നീട് വിജിൻ പറയുന്നത് നേട്ടം മാത്രമല്ല നഷ്ടവും പങ്കിടുന്നതാണ് മര്യാദ. തെരഞ്ഞെടുപ്പ് ചരിത്രവും രാഷ്ട്രീയ ചരിത്രവും ഒക്കെ വിശദമായി പറയുന്ന ജിസ്മോൻ ചില കാര്യങ്ങൾ മറന്നുപോയി എന്നുകൂടി എം വിജിൻ പറയുന്നുണ്ട്. അടിയന്തരാവസ്ഥ കാലത്ത് CPI ഭരണകൂട ഭീകരതയ്ക്കെതിരെ ഒന്നും പ്രതികരിച്ചില്ല. അന്ന് CPIM നേതാക്കളെയും പ്രവർത്തകരെയും വേട്ടയാടിയത് എങ്ങനെയാണ് എന്ന് അറിയാമോ തുടങ്ങിയ കാര്യങ്ങൾ ചോദിക്കുന്നു. അതിനുശേഷം വെച്ചുനീട്ടപ്പെട്ട പ്രധാനമന്ത്രി പദം രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര ബോധ്യങ്ങളെ മുൻനിർത്തി വേണ്ടെന്ന് വെച്ചവരെ നഷ്ടക്കണക്ക് പറഞ്ഞ് ഭയപ്പെടുത്തരുത് എന്നും എം വിജിൻ ഈ ജിസ്മോനുള്ള മറുപടി എന്ന നിലയിൽ പറയുന്നുണ്ട്. ഏതായാലും ആ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ഇടതുപക്ഷ ഐക്യമെന്നത് മുന്നണിയിലെ വലിയ കക്ഷിയുടെ മാത്രം ഉത്തരവാദിത്തമല്ല, പൂച്ചെണ്ട് മാത്രമല്ല ഏറ് വന്നാൽ അതും കൊള്ളണം, അതല്ലേ ഹീറോയിസം എന്ന ഒരു ചോദ്യം CPIയോടും CPIയുടെ യുവജന സംഘടനയോടും ചോദിച്ചുകൊണ്ടാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ഏതായാലും സുജീഷ് പറഞ്ഞതുപോലെ CPIM നേതാക്കളും CPI നേതാക്കളും തമ്മിലുള്ള വാക്പോരിനും അപ്പുറത്തേക്ക് ഇരു പാർട്ടികളുടെയും യുവജന സംഘടനകളുടെ നേതാക്കളും ഇതേ വാക്പോരിന്റെ ഭാഗമാകുന്നു എന്നുള്ളതാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാകുന്നത്.